ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ട്രെൻഡിങ്ങും ഹെൽത്തിയുമായ ഒരു ഡ്രിങ്കാണ് ABC ജ്യൂസ്. ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഗുണത്തെക്കുറിച്ചും ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു മിറക്കിൾ ഡ്രിങ്കാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പോകാം വീഡിയോയിലേക്ക്. പ്രാർത്ഥനയോടെ തുടങ്ങാം. ഈ ഒരു ജ്യൂസിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവയാണ്. അതുകൊണ്ടാണ് ABC ജ്യൂസ് എന്ന് അറിയപ്പെടുന്നത്. ആപ്പിളിൽ ധാരാളം പൊട്ടാഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റ്, വിറ്റമിൻ സി, ഫൈബർ, വിറ്റമിൻ B6 എന്നിവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആപ്പിൾ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബീട്രൂട്ടിൽ മാംഗനീസ്, മഗ്നീഷ്യം, അയൺ, വിറ്റമിൻ സി ആൻഡ് B9, ഫോളേറ്റ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ലാബ് സ്റ്റഡി പ്രകാരം പലതരത്തിലുള്ള ക്യാൻസറിന് ബ്രസ്റ്റ് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, ലങ് ക്യാൻസർ, കോളൻ ക്യാൻസർ എന്നിങ്ങനെയുള്ള ക്യാൻസർ സെല്ലിന് എഗനിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ ഉപയോഗം ക്യാൻസറിന് ഒരു പരിധിവരെ നല്ലതാണ്. എന്നിരുന്നാലും ക്യാൻസർ രോഗികൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ആഹാരത്തിൽ ബീട്രൂട്ട് ഉൾപ്പെടുത്തേണ്ടത്. രോഗത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും രോഗിയുടെ ശാരീരിക അവസ്ഥയും കണക്കാക്കിയാണ് ആഹാരം ഡോക്ടർമാർ ക്രമീകരിക്കുന്നത്. ക്യാരറ്റിൽ വിറ്റമിൻ A and C, അയൺ, കാൽഷ്യം, പൊട്ടാഷ്യം, കരോട്ടിൻ എന്നിവയും ധാരാളമായിട്ട് ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ആയതിനാൽ ഇവയെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇവ മൂന്നും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ABC ജ്യൂസ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് ഒരാപ്പിള്. ചെറിയ ആപ്പിളാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ആപ്പിള് തൊലി കളഞ്ഞ് പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ബീട്രൂട്ട്, അര ബീട്രൂട്ട് എടുത്താൽ മതിയാകും, അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മീഡിയം സൈസ് ഒരു ക്യാരറ്റ്, അതും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിള്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇവ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർക്കുക. ഇഞ്ചി ചേർക്കുന്നത് നല്ല ഫ്ലേവർ കിട്ടാനും വയറിനും നല്ലതാണ്. ഇനി ഏകദേശം 1.5 കപ്പോളം വെള്ളം കൂടി ചേർത്ത് അടിച്ചെടുക്കുക. തണുപ്പാണ് ഇഷ്ടമെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് അടിച്ചെടുത്ത ശേഷം അതിലേക്ക് അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് നല്ല നൈസായിട്ട് അടിച്ചെടുക്കണം. ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതിനാൽ മധുരം ആവശ്യമെങ്കിൽ ഷുഗറിന് പകരം ഹണി ചേർത്ത് കൊടുക്കുക. അതും വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. തേൻ ചേർക്കാതെയും കുടിക്കുന്നത് നല്ലതാണ്. അടിച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ അടിച്ചെടുക്കണം. ഇത് ഇഷ്ടമല്ല എങ്കിൽ അരിച്ചെടുത്ത് ഉപയോഗിക്കാം. അരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ ഫൈബർ കിട്ടുന്നത് അരിക്കാതെ കുടിക്കുമ്പോഴാണ്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. മുതിർന്നവർ അരിക്കാതെ കുടിക്കണം. നാരിൻ്റെ അംശം ഉള്ളതിനാൽ ഫൈബർ കണ്ടൻറ്റ് ലഭിക്കും. നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഡൈജഷന് വളരെ നല്ലതാണ്. ഏറ്റവും നല്ല ഡീറ്റോക്സിഫൈഡ് ആണ് ABC ജ്യൂസ്. ലിവറിലും കിഡ്നിയിലും കെട്ടിക്കിടക്കുന്ന അഴുക്കുകൾ പ്രോപ്പറായിട്ട് നീക്കം ചെയ്യാൻ വളരെ നല്ലതാണ് ABC ജ്യൂസ്. ന്യൂട്രിയൻസ് കിട്ടാൻ വളരെ നല്ലതാണ്. ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷന് ഒരു പരിധിവരെ കുറയ്ക്കാൻ നല്ലതാണ്. വെയ്റ്റ് ലോസിന് നല്ലതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമമാണ് ABC ജ്യൂസ്. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും സ്കിന്നിനും ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും നല്ലതാണ്. ഡിമെൻഷ്യയ്ക്ക്, അതായത് പ്രായാധിക്യത്തിലുള്ള ഓർമ്മശക്തി കൂട്ടുന്നതിന് വളരെ നല്ലതാണ് ഈ ABC ജ്യൂസ്. ABC ജ്യൂസ് പ്രതിരോധശേഷി കൂട്ടുന്നതിനേക്കാൾ നിലനിർത്താനായിട്ട്, സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ആഴ്ചയിൽ 1-2 തവണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സ്ഥിരമായി ഉപയോഗിച്ചാൽ പല സൈഡ് എഫക്റ്റും ഉണ്ടാകാം. ബീട്രൂട്ട് സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 തവണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ചിലർ ഇവ 3 കൂടി ബോയിൽ ചെയ്തിട്ട് അടിച്ചെടുത്ത് ജ്യൂസാക്കാറുണ്ട്. എന്നാൽ ബോയിൽ ചെയ്യുമ്പോൾ വിറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് അടിച്ച് കുടിക്കുന്നതാണ് നല്ലത്. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം.
അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലെസ് യു.